മൊറോക്കോ ശരിക്കും ഒരു ആഫ്രിക്കൻ വീര്യം അതെങ്ങനെയാണോ പിന്നെ അവിടേക്ക് ഇറക്കി എങ്ങനെ കളിക്കണം എന്നുള്ളത് ആലോചിച്ച് കളിക്കേണ്ട ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും അവരുടെ ഗോൾ കീപ്പർമാരുടെ പ്രകടനം എന്ന അസാധ്യമായ പ്രകടനം അതും കൂടി ഇന്നത്തെ മത്സരത്തിൽ പ്രധാനമാണ്. കാരണം ഇന്ന് നിശ്ചിത സമയത്തേക്ക് എത്തുമ്പോൾ 1-1 എന്നുള്ള സ്കോറാണ്. അതിൽ 72-ാം മിനിറ്റിലാണ് ആദ്യത്തെ ഗോള് പിന്നെ ഗാക്പോയുടെ ഗോൾ വരുന്നത്, കോഡ് ഗാക്പോയുടെ ഗോൾ വരുന്നത്. രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് അത് മൊറോക്കോ എടുക്കുന്ന സമനില ഗോൾ എപ്പോഴാണ്? 91 ടൈമില് 1-ാമത്തെ മിനിറ്റ്, അതായത് 91. മിനിറ്റ് അതൊരു വലിയൊരു എന്താണ് പറയാ, മത്സരത്തിന്റെ ഒരു ആവേശം എന്നൊക്കെ പറയുന്നത് അതൊരു ഇന്നാണ് ശരിക്കും ലോകകപ്പിൽ നല്ല രസമുള്ള ഒരു മത്സരം, ഒരു ആവേശ പോരാട്ടം എന്ന് പറയുന്നതൊക്കെ കാണുന്നതും. അപ്പോൾ ആ രീതിയിലേക്ക് ആ മത്സരം പോകുന്നു. അവിടെയും ഗോൾ കീപ്പർമാർ ഇപ്പോൾ ഈ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടപ്പോൾ നെതർലാൻഡ്സിന്റെ ഗോൾ കീപ്പർ കാണിച്ചൊരു ഒരു സേവ് ഉണ്ട്. അത് നമ്മൾ എമിലിയാനോ മാർട്ടിനസിനെ അനുസ്മരിപ്പിക്കുന്ന ആ ഒരു രീതിയിലായിരുന്നു. അത് വല്ലാതെ കഴിയേണ്ടതായിരുന്നു. അതെ, അത് ശരിക്കും അവിടെയാണെന്ന് ജീവൻ വെപ്പിച്ച് കൊടുത്തത് എന്നുള്ളതാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറം പിന്നീട് ഷൂട്ടൗട്ടിലേക്ക് നീളുകയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അവിടെ ഷൂട്ടൗട്ട് എന്ന് പറയുന്നത് ഒരേ സമയം നിർഭാഗ്യങ്ങളുടെ ഒരു പോരാട്ടമാണെങ്കിലും അവിടെയും ചില പരിശീലനത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ളതാണ്. ഷൂട്ടൗട്ടിൽ പക്ഷെ വെർബർഗൻ ഒരു ചെറിയ പിഴവ് പറ്റി, അദ്ദേഹം തടഞ്ഞിട്ട് എന്ന് പറയാൻ പറ്റില്ല. ദൗർഭാഗ്യം ഗോളിൽ വരുന്ന മറുവശത്ത് യാസിൻ ബനോ വളരെ അനായാസമായി അത് പണി. എനിക്കതിൽ പറഞ്ഞ ഈ ടോട്ടൽ ഫുട്ബോളിന്റെ മനോഹാരിത നമുക്കൊന്ന് കാണാൻ കഴിഞ്ഞില്ല. ഈ തുടക്കത്തിലെ തന്നെയുള്ള ഈ ഫിസിക്കൽ ഗെയിം ഉണ്ടല്ലോ, അതിഭീകരമായിട്ടുള്ള അത് യഥാർത്ഥത്തിൽ ഈ ടോട്ടൽ ഫുട്ബോളിന്റെ ഒക്കെ കളിയുടെ ഒരു ഒഴുക്കിനെ ബാധിച്ചോ ശരിക്കും? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ആദ്യ നിമിഷങ്ങളിൽ കളി കാണുമ്പോൾ നമ്മൾ ഇത് പന്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമല്ല, മറിച്ച് ഒരു ബോക്സിംഗ് ഇറങ്ങിയ പോരാട്ടം പോലെ തോന്നിച്ച ഒരു ഘട്ടമുണ്ട്. അതായത് പലകുറി വണ്ടിക്ക് ഇടപെട്ട് ആശ്വസിപ്പിച്ച് മടക്കി വിടുന്ന പല കാഴ്ചകളും ഉണ്ടായി. പക്ഷേ ചില കളിക്കാരെ പ്രത്യേകം ലക്ഷ്യം വെച്ച് ഡിയോങ്ങിനെയാണ് തോന്നുന്നത് പ്രത്യേകം ലക്ഷ്യം വെച്ച് ആക്രമിക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടു. നേരെ മറിച്ച് തിരിച്ചും അത് തന്നെയാണ്, പവർ ഗെയിം തന്നെയാണ് നെതർലൻഡ്സ് കളിച്ചതെന്നുള്ളത്. അവരും ഈ പറഞ്ഞ ടോട്ടൽ ഫുട്ബോളിൻ്റെ ഭംഗിയോ ആധികാരികതയോ ഒന്നുമല്ല അവർ ശ്രമിച്ചത്. നേരെ മറിച്ച് എങ്ങനെയും പന്ത് കൈവശപ്പെടുത്തുക, അപ്പോൾ ഏതാണ്ട് പൊസിഷൻ ഏതാണ്ട് ഈക്വലാണെന്ന് തോന്നുന്നു. എങ്കിൽ പോലും ഈ ഫൗളുകളുടെ കണക്കെടുത്താൽ ടാർഗറ്റ് മൊറോക്കോക്ക് അല്പം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. മൊറോക്കോയുടെ പന്തടക്കത്തിലും അവരുടെ ആ ഒരു ഇതുണ്ട്. ഇപ്പോൾ ഷോട്ട് ഓൺ ടാർഗറ്റ് അവർക്ക് വരുന്ന 6 വരുന്നുണ്ട്. ഇപ്പോൾ പന്തടക്കം തന്നെ നോക്കി 70-30 ശരിക്കും കളി മൊത്തം. അതായത് നെതർലൻഡ്സ് 6 ഫൗൾ വരുത്തിയിട്ടുണ്ട്, മറ്റൊരു 5 ഫൗൾ വരുത്തിയിട്ടുണ്ട്. പോൾ പൊസിഷൻ എന്ന് പറയുമ്പോൾ 52% ഉള്ളൂ നെതർലൻഡ്സിന്, മറ്റൊരുത്ത് 48%. 3 ഷോട്ട്സ് നെതർലൻഡ്സ് വായിക്കുന്നു, 4 ഷോട്ട്സാണ് മൊറോക്കോ വായിക്കുന്നത്. ഓൺ ഷോട്ട്സ് എന്ന് പറയുമ്പോൾ 1ഉം 2ഉമാണ്. അവിടെയൊക്കെ കൃത്യമായിട്ടുള്ള എഡ്ജ് മൊറോക്കോ അവകാശപ്പെടുന്നുണ്ട്.